നമസ്കാരം. ഈ വാർത്താ ദിനത്തിൽ ഇതുവരെയുള്ള വാർത്തകൾ സമഗ്രമായി പ്രേക്ഷകരെ അറിയിക്കുന്ന പ്രൈം ടൈം ന്യൂസ് ആരംഭിക്കുന്നു. ആദ്യ വാർത്തയിലേക്ക്. കാസർഗോഡ് മദ്രസ അധ്യാപകനായിരുന്ന റിയാസ് മൗലവിയെ കൊലപ്പെടുത്തിയ കേസിൽ 3 പ്രതികളെയും വെറുതെ വിട്ടു. കാസർഗോഡ് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടേതാണ് ഉത്തരവ്. RSS പ്രവർത്തകരായ അഖിലേഷ്, നിതിൻ, അജേഷ് എന്നിവരെയാണ് വെറുതെ വിട്ടത്. നീതി ലഭിച്ചില്ലെന്ന് റിയാസ് മൗലവിയുടെ ഭാര്യ സൈദ പ്രതികരിച്ചു. 3 പ്രതികളെയും വെറുതെ വിട്ടുവെന്ന് ഒറ്റവരിയിൽ വിധി പ്രസ്താവം. ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി KK ബാലകൃഷ്ണനാണ് വിധി പറഞ്ഞത്. റിയാസ് മൗലവിയുടെ ഭാര്യ സൈദ കോടതിയിൽ പൊട്ടിക്കരഞ്ഞു. ഭയങ്കര പ്രതീക്ഷ ഉണ്ടായി എനിക്ക് കോടതിന് വേള പറയാൻ കിട്ടുന്നില്ല. എന്തും DNA തെളിവിന് പോലും കോടതി വില കൽപ്പിച്ചില്ലെന്ന് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ T ഷാജിത്ത്. തികച്ചും ദൗർഭാഗ്യകരമായ വിധിയാണ്. ഇതൊരിക്കലും പ്രതീക്ഷിച്ചതല്ല. കാരണം 1 മുതൽ 3 വരെ പ്രതികൾക്കെതിരായിട്ട് സ്ട്രോങ് എവിഡൻസ് ഉള്ള കേസാണ്. അതിൽ ഏത് ന്യായീകരണം പറഞ്ഞു കഴിഞ്ഞാലും 1-ാം പ്രതിക്കെതിരായ 100% തെളിവുകൾ, DNA അടക്കമുള്ള തെളിവുകൾ എന്ന് പറഞ്ഞാൽ സ്വീകരിക്കത്തക്കതായ തെളിവുകൾ കോടതിയുടെ മുമ്പിൽ നിരത്തിയിട്ടുണ്ട്. നിരാശാജനകമായ വിധിയാണെന്നും ഗൂഢാലോചന പുറത്തു കൊണ്ടുവരണമെന്നും ബന്ധുക്കളും ആക്ഷൻ കമ്മിറ്റി അംഗങ്ങളും പറഞ്ഞു. 3 ചെറുപ്പക്കാർക്ക് നീതി ലഭിച്ചെന്നാണ് പ്രതിഭാഗം അഭിഭാഷകൻ C സുനിൽകുമാർ പ്രതികരിച്ചത്. പോലീസിന്റെ മുഖം രക്ഷിക്കാൻ 3 പേരെയും ബലിയാടാക്കിയെന്ന് വിമർശനം. കഴിഞ്ഞ 7 വർഷമായിട്ട് ജീവിതത്തിൻ്റെ ഏറ്റവും നല്ല ഭാഗം പങ്കിടേണ്ട, അനുഭവിച്ചു തീർക്കേണ്ട 3 ചെറുപ്പക്കാർ ഈ കേസുമായി ജയിലിലാണ്. നിരപരാധികളായിട്ടുള്ള 3 ചെറുപ്പക്കാരെ പ്രതികളാക്കി പോലീസ് മുഖം രക്ഷിക്കുകയായിരുന്നു എന്നുള്ളതാണ് കോടതി വിധിയോടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. 2017 മാർച്ച് 20-നാണ് കേസിനാസ്പദമായ സംഭവം. ചൂരിയിലെ മദ്രസ അധ്യാപകനായ റിയാസ് മൗലവിയെ പ്രതികൾ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയെന്നാണ് കേസ്. കോടതി ജാമ്യം നിഷേധിച്ചതിനാൽ പ്രതികൾ 7 വർഷമായി ജയിലിലായിരുന്നു. 24 കാസർഗോഡ്. റിയാസ് മൗലവി വധക്കേസ് പ്രതികളെ രക്ഷിക്കാൻ പോലീസും പ്രോസിക്യൂഷനും ഒത്തുകളിച്ചുവെന്ന് പ്രതിപക്ഷം. സംഘപരിവാറുകാർ പ്രതികളായ കേസ് സർക്കാർ ലാഘവത്തോടെ കൈകാര്യം ചെയ്തെന്ന് PD സതീശൻ കുറ്റപ്പെടുത്തി. ഉത്തരേന്ത്യയിൽ പോലും നടക്കാത്ത സംഭവത്തിന്റെ കേസ് നടത്തിപ്പിൽ സംശയമുണ്ടെന്ന് കുഞ്ഞാലിക്കുട്ടിയും പറഞ്ഞു. പോലീസ് കൃത്യമായി കേസ് അന്വേഷിച്ചിട്ടുണ്ടെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചു. കേരളം ഏറെ ചർച്ച ചെയ്ത റിയാസ് മൗലവി വധക്കേസിൽ കോടതി വിധി നിരാശാജനകമെന്നാണ് പ്രതിപക്ഷത്തിന്റെ വിമർശനം. RSSുമായുള്ള രഹസ്യ ചർച്ചയിൽ ക്രിമിനൽ കേസ് പ്രതികളെ രക്ഷപ്പെടുത്താമെന്ന ധാരണ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. വിധി ഞെട്ടിപ്പിക്കുന്നതാണെന്നും കേസ് നടത്തിപ്പിൽ പ്രോസിക്യൂഷൻ ഒത്തുകളിച്ചോ എന്ന സംശയം ഉള്ളതായി PK കുഞ്ഞാലിക്കുട്ടി ആരോപിച്ചു. നടന്ന അന്വേഷണത്തിലൊക്കെ വ്യക്തമായ തെളിവ് വന്നതാണ്. തെളിവുകൾ ശക്തമായതുകൊണ്ട് പ്രതികൾക്ക് ജയിലിൽ തന്നെ കിടക്കേണ്ടി വന്നു. ട്രയൽ നടന്നാൽ ശിക്ഷ കിട്ടുന്ന ഉറപ്പിച്ച ഒരു കേസാണ്. അതുകൊണ്ടാണ് എല്ലാവരെയും ഞെട്ടിച്ച ഒരു വിധിയാണ് എന്ന് പറയുന്നത്. കേസ് നടത്തിപ്പിൽ പ്രോസിക്യൂഷന് സീരിയസ് ആയിട്ടുള്ള തകരാറ് സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ കേസിലെ കുറ്റവാളികൾക്ക് തക്കതായ ശിക്ഷ ലഭിക്കണമെന്നും റിയാസ് മൗലവിയുടെ കുടുംബത്തിന് CPIM പിന്തുണ നൽകുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ജുഡീഷ്യറിയുടെ മുമ്പിലാണ് കേസുള്ളത്. ആ ജുഡീഷ്യറിയുടെ മുമ്പിൽ വന്നിട്ടുള്ള കേസിന്റെ അകത്ത് അതിൽ കാര്യമാറ്റം ഉണ്ടായിരുന്നില്ലല്ലോ. സാക്ഷികളാരും കൂറുമാറിയിട്ടില്ലല്ലോ. ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട്. പക്ഷേ വിധി വരുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച വിധിയല്ല ഉണ്ടായത്. കുറ്റവാളികൾക്ക് ശരിയായ രീതിയിൽ ശിക്ഷ നൽകണം. വിധിക്ക് പിന്നാലെ സാമൂഹ്യ മാധ്യമങ്ങളിൽ സൈബർ പെട്രോളിംഗ് ശക്തമാക്കി പോലീസ്. വിദ്വേഷ പ്രചാരണം നടത്തുന്നവർക്കെതിരെയും പങ്കുവെക്കുന്നവർക്കെതിരെയും കർശന നടപടി സ്വീകരിക്കുമെന്നാണ് മുന്നറിയിപ്പ്. 24 മലപ്പുറം. റിയാസ് മൗലവി വധക്കേസിൽ വിധിപ്പകർപ്പ് പുറത്ത്. കേസിൽ അന്വേഷണ സംഘത്തിനും പ്രോസിക്യൂഷനും വീഴ്ചയെന്ന് കോടതി. പ്രതികൾക്ക് മുസ്ലിം സമുദായത്തോടുള്ള വെറുപ്പാണ് കൊലപാതകത്തിന് പിന്നിൽ എന്നായിരുന്നു പ്രോസിക്യൂഷന്റെ ആരോപണം. എന്നാൽ ഇത് തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പൂർണ്ണമായി പരാജയപ്പെട്ടുവെന്ന് വിധിപ്പകർപ്പ് വ്യക്തമാക്കുന്നു. അരുൺ പാറയ്ക്കൽ വിശദാംശങ്ങളുമായി. അരുൺ, കൃത്യമായ തെളിവ് കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് എന്നതാണ് പ്രോസിക്യൂഷൻ പറഞ്ഞത് പിന്നീട് മാധ്യമങ്ങളോടൊക്കെ. പക്ഷേ തെളിവില്ല എന്നതാണോ വിധിപ്പകർപ്പിലൂടെ വ്യക്തമാകുന്നത്? അനുജ, അതുതന്നെയാണ് വിധിപ്പകർപ്പ് പുറത്തു വന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അന്വേഷണ സംഘത്തിനും പ്രോസിക്യൂഷനും വീഴ്ച പറ്റി. കൃത്യമായ തെളിവുകളും സാഹചര്യ തെളിവുകളും അതുപോലെ തന്നെ മറ്റൊരു കാര്യങ്ങളും തന്നെ പോലീസിനും പ്രോസിക്യൂഷനും കോടതിയിൽ സമർപ്പിക്കാൻ സാധിച്ചില്ല. പ്രതികൾക്ക് മുസ്ലിം സമുദായത്തോട് വെറുപ്പാണ് എന്നായിരുന്നു, കൊലപാതകത്തിന് പിന്നിൽ എന്നായിരുന്നു പ്രോസിക്യൂഷൻ പ്രധാനമായും കോടതിയിൽ ഉന്നയിച്ച ഒരു കാര്യം. പക്ഷേ ഇതിന് അടിസ്ഥാനമായ യാതൊരു കാര്യങ്ങളും പ്രോസിക്യൂഷനെ കോടതിയിൽ സമർപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് വിധിപ്പകർപ്പിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മുസ്ലിം സമുദായത്തോട് പ്രതികളുടെ ശത്രുതയ്ക്ക് കാരണമായി ആരോപിക്കപ്പെടുന്ന യാതൊരു കാര്യങ്ങളും അത് പ്രോസിക്യൂഷനെ തെളിയിക്കാൻ സാധിച്ചില്ല. മാത്രമല്ല മറ്റൊരു കാര്യം,
RSSുമായി പ്രതികൾക്ക് ബന്ധമുണ്ട് എന്ന കാര്യമായിരുന്നു പ്രോസിക്യൂഷനും പോലീസും ഒരുപോലെ ഉന്നയിച്ച ഒരു കാര്യം. എന്നാൽ RSSുമായി പ്രതികൾക്ക് എന്താണ് ബന്ധം എന്ന കാര്യം തെളിയിക്കാൻ പ്രോസിക്യൂഷനോ പോലീസിനോ ആയില്ല എന്ന് പറയുന്നുണ്ട്. മറ്റൊന്ന്, ഈ 3 പ്രതികളും ഈ കൊലപാതകത്തിൽ പങ്കെടുത്തു എന്ന് പ്രോസിക്യൂഷനും പോലീസും ശക്തമായി വാദിച്ചിരുന്നു. എന്നാൽ അതിനടിസ്ഥാനമായ സാഹചര്യ തെളിവുകളോ മറ്റ് തെളിവുകളോ കോടതിയിൽ ഹാജരാക്കാൻ കഴിഞ്ഞില്ല എന്നും കോടതി കണ്ടെത്തിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ 3 പ്രതികളെയും ഇന്ന് കോടതി വെറുതെ വിട്ടത്. പക്ഷേ പ്രോസിക്യൂഷൻ ഇന്ന് രാവിലെ പ്രോസിക്യൂഷനും അതുപോലെ തന്നെ ഈ റിയാസ് മൗലവിയുടെ കുടുംബവും ഒക്കെ രാവിലെ പറഞ്ഞിരുന്നത് എല്ലാ പ്രോസിക്യൂഷനും പോലീസിനും ഒന്നും വീഴ്ച പറ്റിയിട്ടില്ല, അവർ ശക്തമായ അന്വേഷണം ഇക്കാര്യത്തിൽ നടത്തിയിരുന്നു എന്നുള്ളതാണ്. 100ഓളം തെളിവുകൾ, സാഹചര്യ തെളിവുകൾ ഉൾപ്പെടെ 100ഓളം തെളിവുകൾ കോടതിയിൽ ഹാജരാക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിരുന്നു. പോലീസ് ഹാജരാക്കിയ സാക്ഷികൾക്ക് പുറമെ 35ലധികം സാക്ഷികളെ പ്രോസിക്യൂഷൻ നേരിട്ട് അവിടേക്ക് ഹാജരാക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായി. മറ്റൊന്ന്, പ്രോസിക്യൂഷൻ എടുത്തു പറഞ്ഞിരുന്ന ഒരു കാര്യം DNA പരിശോധനയായിരുന്നു. അതായത് സാഹചര്യ തെളിവുകൾക്കപ്പുറമാണ് DNA പരിശോധന. DNA പരിശോധനയ്ക്ക് പോലും അതിനെ നിരാകരിക്കാനോ അതിനെതിരെ പറയാനോ പ്രതിഭാഗം അഭിഭാഷകന് ഇതുവരെയും സാധിച്ചിട്ടില്ല. പക്ഷേ എന്തുകൊണ്ടാണ് കോടതി ഇങ്ങനെയൊരു കണ്ടെത്തൽ നടത്തിയത് എന്നായിരുന്നു ഇന്ന് രാവിലെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ റിയാസ് മൗലവി വധക്കേസിൽ അന്വേഷണത്തിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. അന്വേഷണ സംഘത്തിനും പ്രോസിക്യൂഷനും ഒരുപോലെ വീഴ്ച സംഭവിച്ചു. ആരോപണം തെളിയിക്കാനായിട്ടില്ല എന്നതാണ് ഇപ്പോൾ കോടതി വ്യക്തമാക്കുന്നത്. ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പ് വാർത്തകൾ. കോൺഗ്രസിന് വീണ്ടും ആദായ നികുതി വകുപ്പ് നോട്ടീസുകൾ. 2020-22 സാമ്പത്തിക വർഷങ്ങളിലെ ആദായ നികുതിയും പിഴയും പലിശയും അടയ്ക്കാൻ ആവശ്യപ്പെട്ടാണ് നോട്ടീസ് അയച്ചത്. ആദായ നികുതി വകുപ്പിന്റെ നടപടിക്കെതിരെ രാജ്യവ്യാപക പ്രതിഷേധം തുടരുകയാണ്. 2020-21, 2021-22 എന്നീ സാമ്പത്തിക വർഷങ്ങളിലെ ആദായ നികുതി, പലിശ, പിഴ എന്നിവ അടയ്ക്കണമെന്നാണ് കോൺഗ്രസിന് ലഭിച്ച ഒടുവിലത്തെ നോട്ടീസിൽ ആവശ്യപ്പെടുന്നത്. ഇന്നലെ വൈകിട്ടാണ് നോട്ടീസ് ലഭിച്ചത്. നോട്ടീസിലെ പിഴത്തുക വ്യക്തമാക്കാൻ കോൺഗ്രസ് തയ്യാറായില്ല. ആദായ നികുതി വകുപ്പിന്റെ നടപടിയിൽ ആശ്ചര്യമില്ലെന്ന് പാർട്ടി വക്താവ് ജയറാം രമേശ്. If we don't receive notices, I get surprised. Receiving notices is no longer a shocking or surprising development. In fact, if a day passes without getting a notice, you begin to wonder what is happening. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ആദായ നികുതി വകുപ്പിൽ നിന്ന് കോൺഗ്രസിന് ലഭിക്കുന്ന നോട്ടീസുകളുടെ എണ്ണം 10ആയി. 5 സാമ്പത്തിക വർഷങ്ങളിലെ നികുതി പുനർനിർണയത്തിന്റെ ഭാഗമായി 1823 കോടി രൂപ അടയ്ക്കാൻ ആവശ്യപ്പെട്ടുള്ള നോട്ടീസിൽ നിയമ നടപടിക്കൊരുങ്ങുന്നതിനിടെയാണ് 2 നോട്ടീസുകൾ കൂടി ലഭിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കാലത്തെ നടപടി ചട്ടലംഘനം, BJPയിൽ നിന്ന് നികുതി പിരിക്കാത്തത് എന്നിവ ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് മറ്റന്നാൾ സുപ്രീംകോടതിയെ സമീപിക്കും. ആദായ നികുതി വകുപ്പിന്റെ നടപടിക്കെതിരെ PCCകളുടെ നേതൃത്വത്തിൽ ആദായ നികുതി ഓഫീസുകൾക്ക് മുന്നിൽ ധർണ നടത്തി. അതിനിടെ കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ ആദായ നികുതി വകുപ്പിന്റെ നോട്ടീസ് ലഭിച്ചു. ഇന്നലെ രാത്രിയാണ് നോട്ടീസ് ലഭിച്ചതെന്ന് DK ശിവകുമാർ സ്ഥിരീകരിച്ചു. കേന്ദ്ര സർക്കാർ ഇന്ത്യ സഖ്യത്തിലെ മുഴുവൻ കക്ഷികളുടെയും കയ്യും കാലും കെട്ടിയിടുകയാണെന്ന് KPCC ആക്ടിംഗ് പ്രസിഡന്റ് MM ഹസൻ കുറ്റപ്പെടുത്തി. അതേസമയം സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ സ്ഥാനാർത്ഥി സാധ്യതാ പട്ടികയിലുള്ളവരിൽ നിന്ന് 50,000 രൂപ പിരിച്ചെടുക്കാൻ ഒഡീഷ PCC നടപടി ആരംഭിച്ചു. 24 ഡൽഹി. കേരളത്തിൽ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം തുടരുന്നു. തോമസ് ഐസക്, V മുരളീധരൻ, C രവീന്ദ്രനാഥ്, MK രാഘവൻ, V വസീഫ്, KS രാധാകൃഷ്ണൻ എന്നിവരാണ് ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. നേതാക്കൾക്കും പ്രവർത്തകർക്കുമൊപ്പം പ്രകടനമായെത്തിയാണ് സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചത്. റിട്ടേണിംഗ് ഓഫീസർ ADM C പ്രേംജിക്ക് മുമ്പാകെയാണ് ആറ്റിങ്ങലിലെ NDA സ്ഥാനാർത്ഥിയും കേന്ദ്രമന്ത്രിയുമായ V മുരളീധരൻ പത്രിക നൽകിയത്. ഈ തെരഞ്ഞെടുപ്പ് 2 കാരണങ്ങളാൽ സവിശേഷമായിട്ടുള്ള ശ്രദ്ധയാകർഷിക്കുന്നതാണ്. ഒന്ന്, ഈ തെരഞ്ഞെടുപ്പ് നരേന്ദ്രമോദി സർക്കാരിൻ്റെ കഴിഞ്ഞ 10 വർഷക്കാലത്തെ സദ്ഭരണത്തിനുള്ള ജനങ്ങളുടെ അംഗീകാരമായിട്ട് മാറാൻ പോവുകയാണ്. രാജ്യവ്യാപകമായിട്ട് തന്നെ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ രാജ്യവ്യാപകമായി നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രി വീണ്ടും ഒരിക്കൽ കൂടി സർക്കാർ രൂപീകരിക്കും എന്നുള്ള ഒരു ധാരണ, ഒരു വിശ്വാസം രാജ്യവ്യാപകമായിട്ടുണ്ടായിട്ടുണ്ട്. മന്ത്രിമാരായ വീണ ജോർജ്, VN വാസവൻ തുടങ്ങിയവർക്കൊപ്പം എത്തിയാണ് പത്തനംതിട്ടയിലെ LDF സ്ഥാനാർത്ഥി തോമസ് ഐസക് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. ഒരു മണ്ഡലത്തിൽ പുതിയ സ്ഥാനാർത്ഥി വന്നാൽ ഞാൻ ചെയ്ത കാര്യങ്ങളൊന്നും പറയാനുണ്ടാവില്ലല്ലോ.
എന്നാൽ ഇവിടെ കഴിഞ്ഞ സർക്കാരിൻ്റെ കയ്യൊപ്പില്ലാത്ത ഒരു പഞ്ചായത്ത് പോലും ഉണ്ടാവില്ല. എന്തെല്ലാം വിസ്മയകരമായ കാര്യങ്ങളാണ് നടന്നത്. അതുകൊണ്ട് അവയെക്കുറിച്ച് പറയാനുണ്ട്. 2, എന്ത് ചെയ്യും? കൃത്യമായൊരു പരിപാടിയുണ്ട്. അത് ഇതുവരെ ഒന്നും അങ്ങനെ ചെയ്യാത്തവർക്ക് നാളെ എന്ത് ചെയ്യുമെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. ഇത് രണ്ടും തന്നെയാണ് മുഖ്യമായിട്ടുള്ള പ്രചരണത്തിന്. ചാലക്കുടി LDF സ്ഥാനാർത്ഥി സി രവീന്ദ്രനാഥ് എറണാകുളം കളക്ടറേറ്റിലെത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. തൃക്കാക്കര CPM ഏരിയ കമ്മിറ്റി ഓഫീസിൽ നിന്ന പ്രവർത്തകർക്കും മന്ത്രി P രാജീവിനുമൊപ്പമാണ് സി രവീന്ദ്രനാഥ് എത്തിയത്. മലപ്പുറത്ത് LDF സ്ഥാനാർത്ഥി V വസീഫും കോഴിക്കോട് UDF സ്ഥാനാർത്ഥി MK രാഘവനും ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. 4 അസംബ്ലിയിൽ പൂർണ്ണമായി കഴിഞ്ഞു. 3 എണ്ണം ബാക്കിയുണ്ട്. ഏപ്രിൽ 2-ന് മുമ്പ് ഞങ്ങൾ അത് 3 ദിവസം കൊണ്ട് പൂർത്തിയാക്കും. പിന്നെ സ്ഥാനാർത്ഥി പര്യടന പരിപാടിയാണ്. അത് 3-ാം തീയതി ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. 3 ഘട്ടങ്ങളിലാണ് പര്യടന പരിപാടി. എറണാകുളത്തെ NDA സ്ഥാനാർത്ഥി KS രാധാകൃഷ്ണനും എറണാകുളം കളക്ടറേറ്റിലെത്തി പത്രിക സമർപ്പിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കൊച്ചി. തെരഞ്ഞെടുപ്പ് ചട്ടലംഘന പരാതിയിൽ ഇടത് സ്ഥാനാർത്ഥി ഡോക്ടർ TM തോമസ് ഐസക്കിന് വരണാധികാരിയുടെ താക്കീത്. കുടുംബശ്രീ KDISC സംവിധാനങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉപയോഗിച്ചുവെന്ന പരാതിയിലാണ് നടപടി. പെരുമാറ്റച്ചട്ടം ലംഘിച്ചുവെന്ന പരാതിയിൽ തൃശൂരിൽ NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയോട് വിശദീകരണം തേടി. തന്റെ ഫ്ലെക്സ് ബോർഡുകൾ വ്യാപകമായി നശിപ്പിച്ചെന്ന ആരോപണവുമായി ആലപ്പുഴയിലെ NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനും രംഗത്തെത്തി. കുടുംബശ്രീ KDISC സംവിധാനങ്ങൾ ഉപയോഗിച്ച LDF സ്ഥാനാർത്ഥി ഡോക്ടർ TM തോമസ് ഐസക് തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുന്നുവെന്ന UDF പരാതിയിലാണ് നടപടി. തോമസ് ഐസക് നൽകിയ മറുപടി തൃപ്തികരമല്ലെന്ന് കണ്ടെത്തിയതോടെയാണ് വരണാധികാരിയുടെ താക്കീത്. ഇനി ജാഗ്രത കുറവുണ്ടാകില്ലെന്ന് ഡോക്ടർ TM തോമസ് ഐസക് പ്രതികരിച്ചു. കുടുംബശ്രീയുടെ ഔദ്യോഗിക യോഗത്തിൽ പോയി വോട്ട് അഭ്യർത്ഥിച്ചത് ശരിയായിട്ടുള്ള നടപടിയല്ല എന്ന കളക്ടർ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള താക്കീതുണ്ട്. അതുകൊണ്ട് ഔദ്യോഗിക യോഗമാണോ എന്ന് പരിശോധിച്ചിട്ട് മാത്രമേ ഇനി പങ്കെടുക്കത്തുള്ളൂ. ഇല്ല കളക്ടർ പറഞ്ഞാൽ ശരിയാണ്. തൃശൂരിൽ NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയോടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരണം തേടി. സ്ഥാനാർത്ഥിയുടെ ബ്രോഷറിൽ ആവശ്യം വേണ്ട പ്രിന്റിംഗ് ആൻഡ് പബ്ലിഷിംഗ് സംബന്ധിച്ച വിശദാംശങ്ങളില്ല എന്ന CPIM പരാതിയിലാണ് നടപടി. സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ വ്യാപകമായി മതചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നുവെന്നും LDF പരാതി നൽകിയിട്ടുണ്ട്. ആലപ്പുഴയിൽ തന്റെ ഫ്ലെക്സ് ബോർഡുകൾ വ്യാപകമായി നശിപ്പിക്കുന്നുവെന്നാരോപിച്ച് NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ രംഗത്തെത്തി. ഈ പാർലമെന്റ് മണ്ഡലത്തിൽ ഒരു ഏറ്റുമുട്ടൽ എൻ്റെ പ്രവർത്തകന്മാരും മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകന്മാരുമായി ഉണ്ടാക്കാനാണ് ആലപ്പുഴയിലെ മുൻ MP ആരിഫ് പരിശ്രമിക്കുന്നതെങ്കിൽ ഞാൻ നല്ല നട്ടലുള്ള ആളാണ്. ഇതിനേക്കാൾ വലിയ കൊലകൊമ്പന്മാരെ കണ്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തി ഇവിടെ എത്തിയിട്ടുള്ളതാണ്. മിസ്റ്റർ ആരിഫിനുള്ളതിനേക്കാളും ശേഷിയും ക്ഷേമുഷിയും എനിക്ക് ദൈവാധീനം കൊണ്ട് ഉണ്ട്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള വൃത്തികെട്ട സമീപനങ്ങളിൽ നിന്ന് LDFന്റെ സ്ഥാനാർത്ഥി പിന്നോക്കം പോകണം എന്നാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. 24 തൃശൂർ. മറ്റു ചില തെരഞ്ഞെടുപ്പ് വാർത്തകൾ ചുരുക്കത്തിൽ നോക്കാം. ഉടുമ്പൻചോല പഞ്ചായത്തിലെ 2 വാർഡുകളിലായി 174 പേർക്ക് ഇരട്ട വോട്ട്. കൂടുതൽ സ്ഥലത്ത് ഇരട്ട വോട്ടുണ്ടെന്നും പിന്നിൽ CPIM എന്നും BJPയും UDFും ആരോപിച്ചു. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കൂടുതൽ ഇലക്ടറൽ ബോണ്ടുകൾ വിതരണം ചെയ്യാൻ കേന്ദ്രം ശ്രമിച്ചതിന്റെ തെളിവുകൾ പുറത്ത്. 1 കോടി രൂപ മൂല്യമുള്ള 10,000 ഇലക്ടറൽ ബോണ്ടുകൾ അച്ചടിക്കാൻ അനുമതി നൽകിയിരുന്നു. അച്ചടി നിർത്താൻ നിർദ്ദേശിച്ചത് സുപ്രീംകോടതി വിധിക്ക് ശേഷം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP പ്രകടന പത്രികാ സമിതി രൂപീകരിച്ചു. അനിൽ ആന്റണിക്ക് കേരളത്തിന്റെയും രാജീവ് ചന്ദ്രശേഖറിന് കർണാടകയുടെയും ചുമതല. ഗവർണർമാരെ വിമർശിച്ച് സുപ്രീംകോടതി ജഡ്ജി BV നാഗരത്ന. ഗവർണർമാർ ഭരണഘടനാപരമായ ഉത്തരവാദിത്തം നിറവേറ്റണം. ഹൈദരാബാദിലെ നിയമ സർവകലാശാലയുടെ പരിപാടിയിലായിരുന്നു വിമർശനം. ഹേമന്ത് സോറന്റെ ഭാര്യയും JMM നേതാവുമായ കൽപ്പന സോറൻ സുനിത കേജ്രിവാളുമായി കൂടിക്കാഴ്ച നടത്തി. കൽപ്പന സോറൻ നാളത്തെ ഇന്ത്യ സഖ്യത്തിന്റെ റാലിയിൽ പങ്കെടുക്കും. തെരഞ്ഞെടുപ്പ് കാലത്തെ പണമൊഴുക്ക് തടയുന്നതിന് കേരള തമിഴ്നാട് അതിർത്തിയിൽ പരിശോധന. മലക്കപ്പാറ ചെക്ക് പോസ്റ്റിൽ CRPF സുരക്ഷയിലാണ് സംയുക്ത പരിശോധന. വയനാട് സുഗന്ധഗിരിയിലെ അനധികൃത മരം മുറിയിൽ നടപടി. ഫോറസ്റ്റ് സെക്ഷൻ ഓഫീസർ KK ചന്ദ്രനെ സസ്പെൻഡ് ചെയ്തു. ആദിവാസികളുടെ ഭൂമിയിലെ മരങ്ങൾ അനധികൃതമായി മുറിച്ച സംഭവം 24 ആണ് പുറത്തു കൊണ്ടുവന്നത്. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങളുമായി. സുർജിത്ത്, എന്താണ് നടപടി? അനുജ, ഇതുമായി ബന്ധപ്പെട്ട് ശക്തമായ രീതിയിലുള്ള നടപടിയിലേക്ക് കടക്കുകയാണ്. സുഗന്ധഗിരിയിലാണ് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. സുഗന്ധഗിരിയിൽ മരങ്ങൾ വ്യാപകമായി മുറിച്ചിരിക്കുകയാണ്. ചെന്നായ്ക്കവല എന്ന് പറയുന്ന പ്രദേശത്താണ് മരമുറി നടന്നിട്ടുള്ളത്. ഇതിൽ വനം വകുപ്പിലെ 2 ഉദ്യോഗസ്ഥർക്കെതിരെയാണ് നിലവിൽ നടപടിയെടുത്തിരിക്കുന്നത്.
കൽപ്പറ്റ ഫോറസ്റ്റ് സെക്ഷൻ ഓഫീസർ KK ചന്ദ്രനെ സസ്പെൻഡ് ചെയ്തു. അതോടൊപ്പം തന്നെ ഈ വനം വാച്ചർ R ജോൺസണെതിരെയും നടപടി ഉണ്ടാകുമെന്നുള്ളതാണ് വ്യക്തമാവുന്നത്. ഇത് നോർത്തേൺ CCF KS ദീപയുടേതാണ് ഇതുമായി ബന്ധപ്പെട്ട നടപടി. ഈ മരമുറിയുമായി ബന്ധപ്പെട്ട് ഇരുവർക്കും വീഴ്ചയുണ്ടായി എന്ന് കണ്ടെത്തിയതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ നടപടിയിലേക്ക് കടന്നത്. കൂടുതൽ ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടോ എന്ന് അന്വേഷിക്കാനും നോർത്തേൺ CCFന്റെ നിർദ്ദേശമുണ്ട്. 1986 സുഗന്ധഗിരി കാർഡോം പ്രൊജക്ടിന്റെ ഭാഗമായി ആദിവാസികൾക്ക് പതിച്ചു കൊടുത്ത ഭൂമിയിലാണ് ഇത്തരത്തിൽ മരമുറി നടന്നിട്ടുള്ളത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് 6 പേർക്കെതിരെ വനംവകുപ്പ് കേസെടുത്തിട്ടുണ്ട്. വയനാട്, കോഴിക്കോട് സ്വദേശികളാണ്. 24 ആണ് ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നത്. അനുജ, 24 ഇമ്പാക്ട് കൂടിയാണ്. വയനാട്ടിലെ അനധികൃത മരമുറിയിൽ ഇപ്പോൾ നടപടിയുണ്ടായിരിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, ഇറാനിയൻ മത്സ്യബന്ധന കപ്പൽ റാഞ്ചി 9 കടൽക്കൊള്ളക്കാരെ ഇന്ത്യൻ നാവികസേന കസ്റ്റഡിയിലെടുത്തു. കടൽക്കൊള്ളക്കാരുമായി നാവികസേനാ സംഘം ഇന്ത്യൻ തീരത്തേക്ക് യാത്ര തിരിച്ചു. അച്യുതൻ വിവരങ്ങളുമായി. അച്യുതൻ, ഇന്നലെ തന്നെ നാവികസേനയുടെ വലിയൊരു രക്ഷാദൗത്യം ആരംഭിച്ചിരുന്നു. ഇപ്പോൾ അത് ഫലം കണ്ടിരിക്കുന്നു. ഏറ്റവും പുതിയ വിവരം എങ്ങനെയാണ്? അടിജ, ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് ഈ അറബിക്കടലിൽ ഇറാനിയൻ കപ്പലായിട്ടുള്ള ഈ അൽ ക്യാമ്പറിനെ കടൽക്കൊള്ളക്കാർ റാഞ്ചുന്നത്. തുടർന്ന് ഈ വിവരം നാവികസേനയുടെ പെട്രോളിംഗ് നടത്തിയിരുന്ന കപ്പലുകൾക്ക് ലഭിച്ചിരുന്നു. തുടർന്നായിരുന്നു ഈ INS സുമേധ, അതുപോലെ തന്നെ INS തൃശൂൽ എന്നീ 2 നാവികസേനയുടെ യുദ്ധക്കപ്പലുകൾ ഈ സംഭവ സ്ഥലത്തേക്ക് പോവുകയും ഇത്തരത്തിലുള്ള ദൌത്യത്തിൽ ഏർപ്പെടുകയും ചെയ്തത്. എന്തായാലും 12 മണിക്കൂർ നീണ്ട ദൌത്യത്തിനൊടുവിലായിരുന്നു കടൽക്കൊള്ളക്കാരെ കീഴ്പ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ നാവികസേന പങ്കുവച്ചിരിക്കുന്നത് 9 കടൽക്കൊള്ളക്കാരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അവരുമായുള്ള നാവികസേനയുടെ സംഘം അത് ഇന്ത്യൻ തീരത്തേക്ക് യാത്ര തിരിച്ചിട്ടുണ്ട്. കൂടാതെ ഈ അൽ ക്യാമ്പർ എന്ന് പറയുന്ന മത്സ്യബന്ധന ബോട്ട് അതിപ്പോൾ പൂർണ്ണമായ പരിശോധനകൾ പൂർത്തിയായിരിക്കുന്നു. ഇതിലുണ്ടായിരുന്ന 23 പാകിസ്ഥാൻ പൗരന്മാരുടെയും മെഡിക്കൽ പരിശോധനകൾ വരെ ഇപ്പോൾ പൂർത്തീകരിച്ചിട്ടുണ്ടെന്നും നാവികസേന വ്യക്തമാക്കുന്നുണ്ട്. ഈ പാകിസ്ഥാൻ പൗരന്മാർ ഇന്ത്യക്ക് നന്ദി അറിയിച്ചിട്ടുണ്ട്. ഇന്ത്യൻ നാവികസേനയോട് നന്ദി അറിയിക്കുകയും ഇന്ത്യ സിന്ദാബാദ് എന്ന മുദ്രാവാക്യം മുഴക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇത്തരം വിവരങ്ങളാണ് ഇപ്പോൾ നാവികസേന പങ്കുവച്ചിരിക്കുന്നത്. എന്തായാലും ഇന്ത്യൻ നാവികസേനയ്ക്കും ഇന്ത്യക്കും അഭിമാനിക്കുവാൻ കഴിയുന്ന ഒരു നിമിഷം കൂടിയാണ് അനുജ. ഇറാനിയൻ മത്സ്യബന്ധന ബോട്ട് റാഞ്ചിയ കടൽക്കൊള്ളക്കാരെയുമായി ഇപ്പോൾ നാവികസേന തീരത്തേക്ക് എത്തുന്നു. കേരളം ചുട്ടുപൊള്ളുകയാണ്. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ചൂട് കൂടാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. 9 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും ഒറ്റപ്പെട്ട വേനൽ മഴയ്ക്ക് സാധ്യതയുണ്ട്. പാലക്കാട് എരുമയൂരിൽ ഉയർന്ന താപനിലയായി 43 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. മലയാറ്റൂർ തീർത്ഥാടകരായ 3 പേർ പെരിയാറിൽ മുങ്ങി മരിച്ചു. തമിഴ്നാട് ഊട്ടി സ്വദേശികളായ 2 പേരും എറണാകുളം വൈപ്പിൻ സ്വദേശിയുമാണ് മരിച്ചത്. മലയാറ്റൂർ കുരിശുമുടിയിൽ തീർത്ഥാടനം കഴിഞ്ഞ് പെരിയാറിൽ കുളിക്കാനിറങ്ങിയ തമിഴ്നാട് ഊട്ടി സ്വദേശികളായ റൊണാൾഡ്, മണി എന്നിവർ ഒഴുക്കിൽപ്പെടുകയായിരുന്നു. പുഴയുടെ ആഴം കൂടിയ ഭാഗത്തേക്ക് കടക്കാതിരിക്കാനുള്ള നിയന്ത്രണങ്ങൾ മറികടന്നു പോയതോടെയാണ് അപകടം സംഭവിച്ചത്. ഫയർഫോഴ്സും പോലീസും നടത്തിയ തെരച്ചിലിൽ ഇരുവരുടെയും മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. രാവിലെ ഇല്ലിത്തോട് കല്ലടിക്കടവിൽ വൈപ്പിൻ സ്വദേശി സനോജ് എന്ന യുവാവും മുങ്ങി മരിച്ചിരുന്നു. സുഹൃത്തുക്കൾക്കൊപ്പം കുളിക്കാനിറങ്ങിയപ്പോഴായിരുന്നു അപകടം. മൃതദേഹങ്ങൾ ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം പോസ്റ്റ്മോർട്ടത്തിനായി അങ്കമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. 24 കൊച്ചി. തിരികെ പ്രൈം ടൈം ന്യൂസിലേക്ക് ഇനി മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. വന്ദേ ഭാരത് എക്സ്പ്രസിന് നേരെ വീണ്ടും കല്ലേറ്. കൊല്ലം ഇരവിപുരത്തിന് സമീപത്ത് വെച്ചാണ് കല്ലേറുണ്ടായത്. ട്രെയിനിന്റെ ചില്ലുകൾക്ക് വിള്ളലുണ്ടായി. മുഖ്യമന്ത്രി അസഭ്യം പറഞ്ഞതിന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന ശ്രീജിത്തിനെതിരെ പോലീസ് കേസെടുത്തു. സെക്രട്ടേറിയറ്റ് വളപ്പിലേക്ക് നോക്കി മൈക്രോഫോണിലൂടെയാണ് അസഭ്യവർഷം നടത്തിയത്. തൃശൂർ നഗരത്തിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ചു. കാറിന്റെ മുൻവശത്ത് എഞ്ചിൻ ഭാഗത്താണ് തീപിടിച്ചത്. ആളപായമില്ല. തൃപ്പൂണിത്തുറ കണ്ണൻകുളങ്ങരയിൽ ഭാര്യയെ ഭർത്താവ് വെട്ടി പരുക്കേൽപ്പിച്ചു. തൃപ്പൂണിത്തുറ സ്വദേശി രതീഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പരുക്കേറ്റ ധന്യയെ തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഗുരുവായൂരിൽ ഹോട്ടലിൽ നിന്ന് പഴകിയ ഭക്ഷണം പിടികൂടി. ടേസ്റ്റ് പാലസ് എന്ന ഹോട്ടലിൽ നിന്നാണ് നഗരസഭ ആരോഗ്യ വിഭാഗം പഴകിയ ഇറച്ചി കണ്ടെത്തിയത്. മറ്റൊരു വാർത്തയിലേക്ക്. തൃശൂർ സഹൃദവേദിയുടെ മേനാച്ചേരി എരിഞ്ഞേരി തോമ മാധ്യമ പുരസ്കാരം 24 എഡിറ്റർ ഇൻചാർജ് PP ജെയിംസിന് 11,111 രൂപയും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. അടുത്ത മാസം 6 തൃശൂർ പ്രസ് ക്ലബിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ ജസ്റ്റിസ് സിറിയക് ജോസഫ് പുരസ്കാരം സമ്മാനിക്കും. വിശ്വാസികൾക്ക് വ്രതശുദ്ധിയുടെ നാളുകൾ. ഇന്നത്തെ നോമ്പുതുറ സമയം.
പ്രൈം ടൈം ന്യൂസ് അവസാനിക്കുന്നു. ഇനി ഇന്നും സംഭവിച്ചതുമായി ടി കെ റീജിത്ത്. നമസ്കാരം.